Hi all. Today we are going to discuss a poem without title by Diana Glancy. The poem is about a Native American. It's about a Native American who was trapped in a different time from his ancestors. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ പെട്ടുപോയ ഒരു നാറ്റീവ് അമേരിക്കനെ കുറിച്ചുള്ള ഒരു കവിതയാണ് വിതൗട്ട് ടൈറ്റിൽ എന്നുള്ള ഈ പോയം, വിച്ച് ബ്രിങ്സ് എബൌട്ട് എ സെൻസ് ഓഫ് കൾച്ചറൽ ലോൺലിനെസ് ആസ് ഹീ ഈസ് ലിവിങ് ഇൻ എ ഡിഫറെൻറ്റ് ടൈം ഫ്രം ദാറ്റ് ഓഫ് ഹിസ് ആൻസിസ്റ്റേഴ്സ്. ഹീ ഈസ് ലിവിങ് എ ലൈഫ് വിച്ച് ഈസ് ഹാവിങ് എ സെൻസ് ഓഫ് കൾച്ചറൽ ലോൺലിനെസ്. ഒരു സാംസ്കാരിക ഏകാന്തത കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ട്രാപ്പാണ് ഈ നാറ്റീവ് അമേരിക്കൻ ഫീൽ ചെയ്യുന്നത്. ഹീ ഈസ് ദ ഫാദർ ഹു ഈസ് അൺഎബിൾ ടു റീകൺസൈൽ ദ ഇൻകോൺഗ്രുയിറ്റി ഓഫ് ഹിസ് ഗ്ലോറിയസ് പാസ്റ്റ് വിത്ത് ദ അർബൻ ലൈഫ് ഷോൺ ഓഫ് ദ സെറിമണീസ് ഒന്നുമില്ലാത്ത അർബൻ ലൈഫിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതം. ആ ഒരു അർബൻ ലൈഫിലെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മഹത്തരമായിട്ടുള്ള ഗതകാലവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുമായിട്ട് ഒരു ഒത്തുചേർന്ന് പോവാൻ കഴിയുന്നില്ല. ഫാദറിന് ഒത്തുചേർന്ന് പോവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുൻകാല ഗതകാല ചരിത്രവും അതുപോലെ തന്നെ അനുഭവങ്ങളും അതുപോലെ ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടാണ് ഈ കവിത കൊണ്ടുവരുന്നത്. ഗ്ലാൻസി, ദ പോയറ്റ്, ഹിയർ എക്സ്പ്ലോർസ് ദ കൾച്ചറൽ സെഗ്രിഗേഷൻ ഓഫ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് ആൻഡ് ഫോളോയിങ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് that arises from the difficulty to adapt to the drastic changes in their life. സാംസ്കാരികമായിട്ട് ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലാണ് ഇന്നത്തെ നാറ്റീവ് അമേരിക്കൻ ഗോത്രങ്ങൾ അനുഭവിക്കുന്നത്. സാംസ്കാരികമായിട്ടുള്ള ഒരു വേർതിരിവ്, അതിനെ തുടർന്ന് അവരനുഭവിക്കുന്ന ഒരുപാട് traumatic experiences because they are feeling difficulty to adapt to the drastic changes in their life. ജീവിതത്തിലുള്ള വളരെ സമൂലമായ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നാറ്റീവ് അമേരിക്കൻ്റെ ആയിട്ടുള്ള ഫാദറിനെ കുറിച്ചുള്ള കവിതയാണ് ദ പോയം വിതൗട്ട് ടൈറ്റിൽ. ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് an ironic because there is a title, but title is what? Without title. So let us go to the biography of the poet. Diana Glancy was born in Kansas City, Missouri in 1941. Who was an accomplished poet, playwright, essayist, and fiction writer. She was a perfect poet, playwright, essayist, and fiction writer, and who has published over 30 books and received numerous awards and fellowships. ഏകദേശം 30-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഒരുപാട് അവാർഡുകളും ഫെലോഷിപ്സൊക്കെ നേടിയിട്ടുണ്ട് ഡയാന ഗ്ലാൻസി. ഷീ വാസ് ബോൺ ഇൻ ടു എ ചെറൂക്കി father and mother of English German descent. She was born out of a family of mixed descent. Father was native Cherokee American and mother English German descent. Later, she herself defined her identity as a Cherokee Native American. Now, she is working as a professor at Macalester College in Minnesota
സിൻസ് 1989 ടീച്ചിങ് നാറ്റീവ് അമേരിക്കൻ കൾച്ചർ. 1989 മുതൽ മക്കാലിസ്റ്റർ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഡയാന ഗ്ലാൻസി. ഷീ ഈസ് ടീച്ചിങ് നാറ്റീവ് അമേരിക്കൻ കൾച്ചർ. ഓക്കെ. ഗ്ലാൻസി shares her experience of liminality and attempts to gather voices wiped out by the history. ചരിത്രം മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ചരിത്രത്താൽ മേച്ച് കളയപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ശബ്ദങ്ങൾ ഒരുമിച്ച് കൂട്ടാനും അവരനുഭവിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു വേർതിരിവിൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കുകയുമാണ് ഗ്ലാൻസി അവരുടെ വർക്കുകളിലൂടെ പലപ്പോഴും ചെയ്യുന്നത്. പലപ്പോഴും ഈവൻ ഷീ ഹാഡ് ടോൾഡ്, ഐ ലൈക്ക് ടു ഗിവ് വോയിസ് ടു ദോസ് ഹു ഹാവ് ബീൻ ഇറേസ്ഡ് ഓർ ബൈപാസ്ഡ് ബൈ ദ ഹിസ്റ്ററി. ചരിത്രം മായ്ച്ചു കളയുകയോ അല്ലെങ്കിൽ ചരിത്രം കണ്ണു ചിമ്മി കടന്നു പോവുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ശബ്ദം നൽകാൻ അവർ ആഗ്രഹിക്കുന്നു. And I want to find the marginalized voices and explore what they could have said. മാർജിനലൈസ്ഡ് പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളെ കണ്ടെത്താനും എന്താണ് അവർ പറഞ്ഞത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അവർ പറഞ്ഞു വെക്കുന്നു. From 1980 to 1986, Glancy was artist in residence for the State Arts Council of ഒക്ലഹോമയിലെ സ്റ്റേറ്റ് ആർട്സ് കൗൺസിലെ ആർട്ടിസ്റ്റ് ഇൻ റെസിഡൻസ് ആയിട്ട് അവർ 1980 മുതൽ 86 വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സാണ് വൺ ഏജ് ഇൻ എ ഡ്രീം, ദ ഷാഡോസ് ഹോഴ്സ്, റിപ്പോർട്ട് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റീരിയർ, പ്രൈമർ ഓഫ് ദ അബ്സല്യൂട്ട്. സോ let us discuss something about the poem without a title. Poem without a title എന്നത് is about a Native American who feels trapped in a different time from his ancestors, which brings about a sense of cultural loneliness. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യത്യസ്ത കാലഘട്ടത്തിൽ, അതായത് മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കുടുങ്ങിപ്പോയ ഒരു നാറ്റീവ് അമേരിക്കൻ, ചെറൂക്കി നാറ്റീവ് അമേരിക്കൻ അനുഭവിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ കവിത. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഏകാന്തതാ ബോധവും അത് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. See, the father is experiencing a loss of culture, and this experiencing a loss of culture can lead to identity issues. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് പിഴുതു മാറ്റപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്, അതിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ദെൻ കോൺഫ്ലിക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് ഈസ് മെയിൻ തീം ഓഫ് ദ പോയം. സോ ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, കോൺഫ്ലിക്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ്, ദീസ് ആർ ദ മെയിൻ തീംസ് ഓഫ് ദ പോയം. അത് ഏതിൽ നിന്ന് വരുന്നതാണ്? ദ എക്സ്പീരിയൻസിങ് എ ലോസ് ഓഫ് കൾച്ചർ. ഈ സംസ്കാരം, അദ്ദേഹത്തിൻ്റെതായ തനിമയാർന്ന സംസ്കാരത്തിൻ്റെ നഷ്ടം അനുഭവിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ്. ദീസ് ആർ എ തീം ഓഫ് ദ പോയം. കൾച്ചർ ഈസ് ദ വൈറ്റൽ ഇൻ ഷേപ്പിംഗ് ഐഡൻറ്റിറ്റീസ് ആൻഡ് ടു ബി ഡിസ്പോസസ്ഡ് ഓഫ് ഇറ്റ് ക്രിയേറ്റ് ഡീപ്പ് സെൻസ് ഓഫ് ലോസ്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, അദ്ദേഹം ആരാണ് എന്നുള്ളത് രൂപകൽപ്പന ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൾച്ചർ. ആ കൾച്ചറിൽ നിന്ന് മാറ്റി, ആൻഡ് ടു ബി ഡിസ്പൊസസ്ഡ് ഓഫ് ഹിസ് കൾച്ചർ വിച്ച് ഹാഡ് ഫോംഡ് ഹിസ് ഐഡൻറ്റിറ്റി. സച്ച് എ സിറ്റുവേഷൻ ക്രിയേറ്റ്സ് എ ഡീപ്പ് സെൻസ് ഓഫ് ലോസ്. അദ്ദേഹത്തിൽ ഇതൊരു വലിയൊരു നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ലെസ് ഈസ് മിസ്പെൽഡ്. Okay. In the starting of the poem, the poet notes that, "For my father who lived without a ceremony," this means that
ഇറ്റ് ഈസ് ഓൾ എബൌട്ട് ഹെർ ഫാദർ. അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ എന്ന നിലക്ക് തന്നെ പോയം തുടങ്ങുന്നത് ഫോർ മൈ ഫാദർ ഹു ലിവ്ഡ് വിതൗട്ട് എ സെറിമണി. അദ്ദേഹത്തിൻ്റേതായ സാംസ്കാരിക തനിമകളൊന്നും കൂടാതെ ജീവിച്ച എൻ്റെ അച്ഛന് വേണ്ടി എന്ന് പറയുന്നതിലൂടെ തന്നെ നമുക്ക് അർത്ഥമാക്കാം ഇത് അവരുടെ അച്ഛനെക്കുറിച്ചുള്ളതാണ് ഈ കവിത എന്ന്.